കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു ലൈംലൈറ്റിലേക്ക് എത്തുന്നത്. അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായി നിൽക്കുന്ന വ്യക്തികളിലൊരാൾ കൂടിയാണ് രേണു. ഭർത്താവിൻ്റെ മരണശേഷം രേണുവാണ് കുടുംബത്തിലെ ഏക വരുമാന മാർഗം. സുധി സ്റ്റേജ് ഷോകളിലൂടെയും സിനിമകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും സമ്പാദിക്കുന്ന തുക ഉപയോഗിച്ചായിരുന്നു അതുവരെയും കുടുംബം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത്. 10-15 വർഷത്തോളം കലാമേഖലയിൽ പ്രവർത്തിച്ചുവെങ്കിലും ഫേസ് വാല്യൂയുള്ള താരമായി മാറി തുടങ്ങിയപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായി സമ്പാദിക്കാനും സുധിക്ക് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, പ്രോഗ്രാമുകളിലൂടെയും മറ്റും ലഭിക്കുന്ന പണം തന്നോട് സഹായം ചോദിക്കുന്നവർക്ക് മുൻപും പിൻപും നോക്കാതെ കൈയയച്ച് സഹായിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു സുധി. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കുന്നതിനേക്കാൾ തനിക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പണം ചിലവാക്കാനാണ് സുധി എന്നും ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് രേണു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരിക്കുമ്പോൾ സ്വന്തമായ ഒരു വീടോ ബാങ്ക് ബാലൻസോ ഒന്നും തന്നെ സുധി മക്കൾക്കായി ഉണ്ടായിരുന്നില്ല. വാടക വീട്ടിലായിരുന്നു ഭാര്യയും മക്കളും ഒപ്പം സുധിയും കഴിഞ്ഞിരുന്നത്. കോവിഡ് കാലത്ത് വലിയൊരു കടബാധ്യത സുധിയെ അലട്ടിയിരുന്നു. അന്ന് സുധിക്ക് പണം കൊടുത്തവർ അത് വലിയൊരു വിവാദമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. സുധിയുടെ മരണശേഷം കുറച്ചു മാസങ്ങൾ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്നാണ് വീടിൻ്റെ വാടക, നിത്യചിലവിനുള്ള തുക എന്നിവയൊക്കെ രേണുവിനും മക്കൾക്കും നൽകിയിരുന്നത്. പിന്നീട് സന്നദ്ധ സംഘടന ഇടപെട്ട് വീട് നിർമ്മിച്ചു നൽകുകയും മക്കളുടെ പഠന ചിലവ് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോഴും നിത്യചിലവിനുള്ള വരുമാനത്തിന് മാർഗമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് രേണു അഭിനയത്തിലേക്ക് എത്തുന്നത്. പലവിധ ജോലികൾക്ക് ശ്രമിച്ചുവെങ്കിലും അവയിൽ ഒന്നും തുടരാൻ തനിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് രേണു അഭിനയത്തിലേക്ക് എത്തുന്നത്. നാടകത്തിലൂടെയായിരുന്നു തുടക്കം. ഇന്ന് സിനിമകളിലും മ്യൂസിക് വീഡിയോകളിലും എല്ലാം രേണു അഭിനയിക്കുന്നുണ്ട്. മോഡലിംഗിലും സജീവമാണ്. അഭിനയം പ്രൊഫഷനാക്കി തിരഞ്ഞെടുത്ത ശേഷം വസ്ത്രം, രൂപം, അഭിനയം എന്നിവയുടെ പേരിൽ എല്ലാം രേണു പരിഹാസം കേൾക്കുകയും വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ രേണുവിൻ്റെ പുതിയ ഗ്ലാമർ ഫോട്ടോഷൂട്ടാണ് വൈറലാകുന്നത്. ചുവന്ന നിറത്തിലുള്ള ഹെവി ലെഹങ്കയിൽ മുസ്ലിം ബ്രൈഡൽ ലുക്കാണ് പുതിയ ഫോട്ടോഷൂട്ടിൽ രേണു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആദ്യമായാണ് ഇത്തരമൊരു ലുക്ക് രേണു പരീക്ഷിക്കുന്നത്. കൺമഷി എന്ന ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ് രേണുവിൻ്റെ പുതിയ ലുക്കിന് പിന്നിൽ. മുമ്പും ഇതേ ടീമിൽ വേണ്ടി ഹിന്ദു ബ്രൈഡായും രേണു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഫോട്ടോഷൂട്ട് വൈറലായതിനു ശേഷം പതിവ് പോലെ പോസിറ്റീവും നെഗറ്റീവ് കമൻറ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതുവരെ രേണു ചെയ്തതിൽ ഏറ്റവും നല്ല മേക്ക് ഓവർ ലുക്കാണിതെന്ന് ഏറെ കമൻറ്റുകളും വരുന്നത്. അതേസമയം ചില ഹെവി മേക്കപ്പ് ചെയ്തതിനെ വിമർശിച്ചു.